ഹായ് ഓൾ, ഇന്നത്തെ സ്പെഷ്യൽ മത്തി അച്ചാറാണ്. ഇന്ന് നമുക്ക് കുറച്ച് ചെറിയ മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അച്ചാറിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചേക്കാണ് കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളകുമാണ് ഞാൻ പുരട്ടി വെച്ചേക്കുന്നത്. അതിന് പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലാണ് പൊരിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ ഭയങ്കര വിലയുണ്ട്. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ട് അത് താളിക്കാനും തോരൻ ഉണ്ടാക്കാൻ അങ്ങനെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് മാത്രം എടുക്കുള്ളൂ. വറുക്കാനൊക്കെ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായപ്പോൾ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വറന്ന് വരട്ടെ. ഞാൻ കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പാകത്തിൽ കിട്ടണം. അതായത് ഒരുപാട് കുഴയാനും പാടില്ല, എന്നാൽ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞിരിക്കണം. അങ്ങനെ ഒരുപാട് മുരിയാൻ പാടില്ല കേട്ടോ, അപ്പോൾ നല്ല കട്ടിയാകും. അപ്പോൾ അത് ഈ ഒരു പാകത്തിൽ ഞാൻ കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ റെഡിയാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ പാൻ തന്നെയാണ് വെച്ചേക്കണത്. അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കടുകും ഉലുവയും ഇട്ട് കൊടുക്കാം. ഞാൻ അത്ര വലിയ പാചകക്കാരിയൊന്നുമല്ല കേട്ടോ. പിന്നെ ഹൗസ് വൈഫ് ആയതുകൊണ്ട് നമ്മളിതൊക്കെ ചെയ്യണമല്ലോ. എന്നാൽ സംടൈംസ് ഞാനത് എൻജോയ് ചെയ്തൊക്കെ ചെയ്യും. സംടൈംസ് ഞാൻ വിചാരിക്കും ഇതൊക്കെ എങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ മതി എന്നുള്ളൊരു മൈൻഡ് വരും. അങ്ങനെയൊക്കെയാണ്. കടുക് ഞാനൊരു ഇത്തിരി ഇട്ടിട്ടുള്ളൂ. ഉലുവ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. നമ്മൾ കുറച്ചാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അതിന് ആവശ്യത്തിനുള്ളത് മാത്രം കുറച്ചേറ്റ് തന്നെ എല്ലാം ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കടുകും ഉലുവയൊക്കെ പൊട്ടി കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കാനുള്ളത്. ഞാൻ നേരത്തെ അത് ചതച്ച് വെച്ചിരുന്നതുകൊണ്ട് അതെടുത്ത് അതിലേക്ക് ഇട്ടു. പിന്നെ വേപ്പില ഇട്ടു, പച്ചമുളക് ഇട്ടു. ഇനി അതൊന്ന് നന്നായിട്ട് മൊരിയാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ചൂടായി മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ കാശ്മീരി ചില്ലി, പിക്കിൾ പൗഡറും പിന്നെ സാദാ മുളക് പൊടിയും ഓരോ സ്പൂൺ വെച്ചാണ് ഇട്ടിട്ടുള്ളൂ. ഒരുപാടില്ല, കുറച്ച് മീനുള്ളൂല്ലോ. അപ്പോൾ എരിവ് പിന്നെ ഒരുപാട് വേണ്ടാന്ന് വിചാരിച്ചു. പച്ചമുളകും നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത്യാവശ്യം എരിവ് ഉണ്ടാകും. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് ചൂടാക്കുക. എനിക്ക് നല്ല കോൾഡ് ഉണ്ട്, അതാണ് സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുമുണ്ട്. സൗണ്ടും മാറിയിരിക്കുകയാണ്. എനിക്കൊരു മാസത്തിലുണ്ടല്ലോ 28-29 ദിവസവും അലർജി ആയിരിക്കും. തുമ്മലും അലർജിയും ചുമയൊക്കെ ആയിരിക്കും. ബാക്കി 2-3 ദിവസം മാത്രം നോർമൽ ഡേയ്സ് ഉണ്ടാകുള്ളൂ. അങ്ങനത്തെ ഒരു അലർജിയാണ് എൻ്റേത്. അപ്പോൾ അതേ പൊടി ചൂടായപ്പോൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കുഴയാതെയും ഒരുപാട് മൊരിയാതെയും എടുത്തതുകൊണ്ട് നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ, കുഴഞ്ഞൊന്നും പോകില്ല. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വിനാഗിരി, കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രേവി പാകത്തിന് കിട്ടണമല്ലോ. പിന്നെ നമുക്ക് അച്ചാറിൻ്റെ മെയിൻ സംഭവമായ കായംപൊടി ചേർത്ത് കൊടുക്കാം. കട്ടക്കായമാണെങ്കിൽ അത് ചൂടാക്കി പൊടിച്ചിട്ടാലും മതി. അപ്പോൾ ഇത് എല്ലാം മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ചൂടായി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ ഞാനൊന്ന് നമുക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ പുളിയൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണമല്ലോ. അപ്പോൾ പുളി ഇവിടെ അധികം പാടില്ലാത്തതുകൊണ്ട് വിനാഗിരി ഞാൻ കുറച്ച് ചേർക്കണുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ചേർത്താലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വിനാഗിരി ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ചൂടാറുമ്പോൾ ഒന്നുകൂടി ഡ്രൈ ആകും കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഗ്രേവി കൂടുതലാക്കിയിട്ട് വെച്ചാലേ അത് തണുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അത്യാവശ്യം ഗ്രേവിയും ഉണ്ട്. ഇനി നമുക്കത് ടേസ്റ്റ് ആയോന്ന് രണ്ടാമത് വിനാഗിരിയൊക്കെ ചേർത്തല്ലോ, ഒന്നുകൂടി നോക്കാം. അത്യാവശ്യം പുളി ഉപ്പൊക്കെ ആയിട്ടുണ്ടോയെന്ന്. അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ്. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പറയണം നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെയല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുക്കിംഗ് ആണെങ്കിലും വേറെ എന്താണെങ്കിലും പിന്നെ എനിക്കെന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ അത് എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കണം. അതർവൈസ് എനിക്കെന്തെങ്കിലും ചെയ്യണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഭൂലോകം അടിച്ചായിരിക്കും. പിന്നെ ഞാനത് ചെയ്യേയില്ല. ഒരാൾ ചെയ്യണത് കണ്ടിട്ടോ
അല്ലെങ്കിൽ വേറൊരാളെ എന്നെക്കൊണ്ട് ചെയ്യിക്കാൻ നോക്കിയാലോ അത് നടക്കില്ല. എനിക്ക് തന്നെ തോന്നണം, എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നല്ല ടേസ്റ്റി മത്തി അച്ചാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു.